ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ഗാർട്ട് ചാർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഹെൻറി ഗാർട്ട്, ടൈലർ, ഫെയോൾ ആൻഡ് മായോ. ദ ആൻസർ ഈസ് ഹെൻറി ഗാർട്ട്. ഹെൻറി ഗാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1861 മുതൽ 1919 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. അറൌണ്ട് ഒരു 1910-15 കാലഘട്ടത്തിലാണ് ഗാർട്ട് ചാർട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഗാർട്ട് ചാർട്ട് എന്താന്ന് പറയുകയാണെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് ആണ്. നമ്മുടെ പ്രൊജക്ട് ഷെഡ്യൂളുകൾ, അതുപോലെ ടാസ്കുകൾ കാണിക്കാനായിട്ട് അതിൻ്റെ ഡ്യൂറേഷൻസ്, അതിൻ്റെ ഡിപ്പെൻസി, ഇതെല്ലാം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഗാർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. When we define a Gantt chart, we can define as it is a horizontal bar chart that visually represents the project schedules, showing tasks, their duration and dependency over time. So ഇതാണ് one of the most widely used project management tool ആണ് Gantt chart എന്ന് പറയുന്നത്. ഇപ്പോഴും മോഡേൺ പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ ഒരു ഫണ്ടമെന്റൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് Gantt chart എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ബി ഓപ്ഷൻ വന്നത് ടൈലർ ആണ്. ടൈലറിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഫെഡറിക് വിൽസൺ ടൈലർ, FW ടൈലർ എന്ന് പറയും. അദ്ദേഹം 1856 മുതൽ 1915 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ടൈലറിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമാണ് എഫിഷ്യൻസി, ടൈം, മോഷൻ സ്റ്റഡി, സിസ്റ്റമാറ്റിക് അപ്രോച്ചുകൾ ഉണ്ട് എന്ന് അതിൽ ഫോക്കസ് ചെയ്തതായിരുന്നു അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം. സോ മെയിൻലി ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ചോദ്യം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എഴുതാം FW ടൈലർ എന്നുള്ളത്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ഫെയോൾ ആണ്. ഫെയോൾ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹെൻറി ഫെയോൾ എന്നാണ്. 1841 മുതൽ 1925 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആണ്. അദ്ദേഹമാണ് 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫൗണ്ടർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ഹൂ ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി, അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി, അല്ലെങ്കിൽ ഹൂ ഈസ് ഡെവലപ്ഡ് ദ 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി ഫെയോൾ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫെയോളിനെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കണം. അടുത്തത് പറയുന്നത് മായോ ആണ്. മായോന്റെ യഥാർത്ഥ നെയിം എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ്. അദ്ദേഹം ഹാർത്തോൺ എക്സ്പെരിമെന്റ്, അത് ഹാർത്തോൺ സ്റ്റഡീസ് ഡെവലപ്പ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റ് ആണ്. 1880 മുതൽ 1949 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്, മാനേജ്മെന്റിൽ ഡെവലപ്പ് ചെയ്തത് എൽട്ടൺ മായോ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഹ്യൂമൻ റിലേഷനുമായി ബന്ധപ്പെട്ടതാണ്. സോ ഗാർട്ട് ചാർട്ട് ഹെൻറി, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടൈലറിന്റെ, അതുപോലെ തന്നെ മോഡേൺ മാനേജ്മെന്റ് മെത്തേഡിന്റെ ഫൗണ്ടർ ആയിട്ടാണ് ഫെയോൾ നിൽക്കുന്നത്. അടുത്തത് ഹ്യൂമൻ റിലേഷനുമായി ബന്ധപ്പെട്ടാണ് എൽട്ടൺ മായോ നിൽക്കുന്നത്. സോ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു ആൻസറും 3 ചോദ്യം അതിന് ഉത്തരവും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അക്കൗണ്ടിങ് ബ്രാഞ്ച് ഡീൽ വിത്ത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോൾ അതുപോലെ തന്നെ റിഡക്ഷൻ ഏത് ബ്രാഞ്ചുമായി റിലേറ്റഡ് ആണ്? 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ് എന്നുള്ളത്. The answer is cost accounting. So ഈസിലി നമുക്കിത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്.
സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം വാട്ട് ഈസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ളത്. എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫൈനാൻഷ്യൽ അക്കൗണ്ട് ബ്രാഞ്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റെക്കോർഡിംഗ്, സമ്മറൈസിങ്, റിപ്പോർട്ടിംഗ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, റെഗുലേറ്റേഴ്സിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിംഗ് ആണ് മെയിൻലി. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ടിങ്ങും അതിൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് എടുക്കുകയും അതുപോലെ അത് സമ്മറൈസ് അതിന് റിപ്പോർട്ട് കൊടുക്കലാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ഇത് കൂടുതലും ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ കിട്ടുകയും അത് ത്രൂ ആണ് ഈ ഒരു റിപ്പോർട്ടിംഗ് നമുക്ക് സാധ്യമാവുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ കോസ്റ്റ് എങ്ങനെ നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് എങ്ങനെ വെട്ടിച്ചുരുക്കണം, വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങ് വെട്ടിച്ചുരുക്കലല്ല, ക്വാളിറ്റി നിലനിർത്തിയിട്ട് വേണം നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ നടത്താനായിട്ട്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അതുപോലെ അനലൈസ് ചെയ്യാണ് ഓൾ കോസ്റ്റസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. സോ എന്തൊക്കെ നമ്മൾ അതിനകത്ത് മെയിൻ ഫോക്കസ് കൊടുക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ കോസ്റ്റിലാണ് കൺട്രോൾ വരേണ്ടത്, റെഡ്യൂസ് ചെയ്യേണ്ടത്, ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക്സ് ആയ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് കൺട്രോൾ, വേരിയസ് അനാലിസിസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാനേജ്മെന്റിനെ ഒപ്റ്റിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, അതുപോലെ വേസ്റ്റേജ് എങ്ങനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്, കോസ്റ്റ് അക്കൗണ്ടിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇൻ കേസ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, പെർഫോമൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ അടുത്തത് പറയുന്നത് ടാക്സ് അക്കൗണ്ടിങ് ആണ്. ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ലോ, റെഗുലേഷൻ, ടാക്സ് പ്ലാനിങ്, ടാക്സ് റിപ്പോർട്ടിംഗ് എന്നിവ ബന്ധപ്പെടുത്തിയിട്ടുള്ള ബ്രാഞ്ചസിലേക്കാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. സോ അവരുടെ പ്രൈമർലി കൺസേൺ, ടാക്സ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമർലി കൺസേൺ എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ലേ, അതിന്റെ റെഗുലേഷൻസ് കറക്റ്റ് അല്ലേ, ടാക്സ് പ്ലാനിങ് നടക്കുന്നില്ലേ, ടാക്സ് റിപ്പോർട്ടിംഗ് നടക്കുന്നില്ലേ എന്നൊക്കെ നോക്കുന്നതാണ്. സോ ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. സോ ഓർത്ത് വെക്കുക, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് മെയിൻലി ഫോക്കസ് കൊടുക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് ബിഹേവിയർ, കോസ്റ്റ് വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്, റിലേഷൻഷിപ്പ് എന്നിവ കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഫോക്കസ് കൊടുക്കുന്നത് കോസ്റ്റും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് മെഷർമെന്റ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളും. ടാക്സ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ്, ടാക്സ് റിപ്പോർട്ടിങ്, ടാക്സ് ലോ, റെഗുലേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മറ്റു ഓപ്ഷൻസ് ഇതുമാണ്. ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരു ഉത്തരവും അതുപോലെ തന്നെ 3 ചോദ്യങ്ങൾ അതിന്റെ ഉത്തരവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.